സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരെ ഇന്ന് തെരഞ്ഞെടുക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 നടന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30 നടക്കും. 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുക. പലയിടത്തും വിമതന്മാർ നിർണായകമാകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെയാണ് നടക്കുക. അതേസമയം കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും മേയർ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്നലെയായിരുന്നു. തിരുവനന്തപുരത്ത് ചരിത്രത്തിലാദ്യമായി BJPയും കൊല്ലത്ത് കോൺഗ്രസുമാണ് മേയർ സ്ഥാനം സ്വന്തമാക്കിയത്. അധ്യക്ഷ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും 86 നഗരസഭകളിലും പുതിയ മേയർമാരും ചെയർപേഴ്സൺമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊച്ചി, തൃശൂർ, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിലാണ് പുതിയ മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികളും ഗ്രൂപ്പ് പോരുകളും നാടകീയ നീക്കങ്ങളും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടുവിലാണ് ഈ പുതിയ നഗരപിതാക്കൾ സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുത്തൻ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് BJPയുടെ VV രാജേഷ് മേയറായത്. രാവിലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 100 കൌൺസിലർമാരിൽ 99 പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു. 50 BJP അംഗങ്ങളുടെയും കണ്ണമൂല വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര കൌൺസിലർ പാറ്റൂർ രാധാകൃഷ്ണന്റെയും വോട്ട് നേടി 51 വോട്ടോടെയാണ് രാജേഷ് വിജയം കൈവരിച്ചത്.